എന്താണെന്നൊന്നും അറിയത്തില്ല, വാങ്ങിച്ചാൽ കഴിക്കുമോ തന്നെ വാങ്ങിച്ചങ്ങ് കഴിക്കുക. അപ്പോൾ ഗുജറാത്തിലൊരു മേളയ്ക്ക് വന്നതാണ്. അപ്പോൾ പിന്നെ കഷണങ്ങളൊന്നും നമുക്കറിയത്തില്ല, പരിചയമില്ല. ആദ്യം അടുത്ത് നിൽക്കുന്നവരെങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്ന് നോക്കി. ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് വേറൊന്നും കണ്ടില്ല കേട്ടോ. ആദ്യം ഞാൻ വെച്ചത് പാസ്തയാണ്, പിന്നെ നോക്കുമ്പോൾ കിഴങ്ങാണ്. കിഴങ്ങ് എന്തൊക്കെയോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യമായിട്ടും ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ചോദിക്കാനും വിട്ടുപോയി കേട്ടോ. 50 രൂപയുടെ ഒരു കൂപ്പൺ കൊണ്ടു കൊടുത്തു. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, അതിനകത്ത് സോസ് ഒഴിച്ചു. ഇതാ ഈ സാധനം എടുത്ത് കൈ തന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല, വിശക്കുന്നതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചു കേട്ടോ. കറങ്ങി നടന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായി. അപ്പോൾ ആദ്യം എൻ്റെ കെട്ടിയനോട് പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. മറിയ ആദ്യം ഇതെടുത്ത് വായി വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല കഴിക്കുന്നത്, ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ കെട്ടിയോ പറഞ്ഞു ആ കൊള്ളാം. എന്നാലും ഞാൻ വിശ്വസിച്ചില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ചില ഭക്ഷണമൊന്നും എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പം ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ എക്സ്പ്രഷനൊക്കെ എടുത്തു കഴിഞ്ഞ് പതുക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഈ കുഴലിനകത്തോട്ട് കിഴങ്ങിങ്ങനെ വെച്ച് കുത്തിയിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കുക. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല രസമല്ല, നല്ല സുഖം ഉണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ തോന്നും കേട്ടോ. സത്യത്തിൽ ഇവരുടെ ഭക്ഷണത്തിലെല്ലാം നല്ല മധുരം, ഇതിന് നല്ല എരിവുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ കുഴലിൻ്റെ കൂടെ കഴിക്കാനെന്താണെന്ന് വെച്ചാൽ ഈ പൊരിച്ചെടുക്കുന്ന സാധനത്തിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ ഇത് ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ്